നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. PM ശ്രീ വിവാദം LDFിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ്. മൂന്നാം പിണറായി സർക്കാർ എന്ന മുദ്രാവാക്യവുമായി കളത്തിലിറങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് PM ശ്രീ വിവാദം ശക്തമാകുന്നത്. LDF നേതൃത്വം ഈ ഒരു വിവാദത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ഫണ്ടിന് വേണ്ടി നയം മാറ്റാനാകില്ലെന്ന് CPI ശക്തമായി വാദിക്കുകയാണ്. പക്ഷേ എല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന് CPM വാദം മുന്നോട്ട് വരികയാണ്. ഘടകകക്ഷികളെ ഇരുട്ടിൽ നിർത്തിയെടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് CPI മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. പക്ഷേ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് CPMന്റെ തീരുമാനം. എന്നാൽ വിവാദത്തിൽ CPI അനുനയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടുമെന്ന സൂചനകൾ പുറത്തേക്ക് വരികയാണ്. നമുക്കറിയാം, ഇനി 40 ദിവസം കൂടിയുള്ളൂ. അത് കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കുകയാണ്. 6 മാസം കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പും വരും. മൂന്നാം പിണറായി സർക്കാരിനായി CPM സർവശക്തിയിൽ പ്രചാരണം തുടങ്ങുന്നതിനിടയിലാണ് ഇടിവെട്ട് ഏൽക്കുന്നത് പോലെ PM ശ്രീ വിവാദം വരുന്നത്. മന്ത്രിമാരെ പിൻവലിക്കുന്നതടക്കം കടുത്ത നിലപാട് വേണമെന്ന ഒരു വാദം CPI യോഗത്തിൽ ചർച്ചയുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. എന്തായാലും ഈ ഒരു വിവാദങ്ങൾക്കിടെ CPI ദേശീയ നേതൃത്വം ഈ ഒരു നിലപാടൊക്കെ കടുപ്പിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. CPMനെ നന്ദിഗ്രാമം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് CPI ദേശീയ സെക്രട്ടേറിയറ്റ്. ബംഗാളിൽ കണ്ട പ്രവണതകൾ കേരളത്തിലെ തുടർഭരണത്തിൽ കാണുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന CPI സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരുന്നു. ബംഗാളിലെ വ്യതിയാനമെന്ന് CPI ചൂണ്ടിക്കാട്ടിയതാണ്. CPI നേതൃത്വവുമായുള്ള ചർച്ചയിലും ഇക്കാര്യം ചൂണ്ടിക്കാട്ടും. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെതിരെ CPI മുഖപത്രം ജനയുഗം തുറന്നടിക്കുകയും ചെയ്തു. മുന്നണി മര്യാദ ലംഘനമെന്നാണ് ജനയുഗം ആവർത്തിച്ച് പറയുന്നത്. RSSന്റെ ഫാസിസ്റ്റ് അജണ്ടയ്ക്ക് ഇടതുപക്ഷം വഴങ്ങരുതെന്നും CPI മുഖപത്രം ഓർമ്മിപ്പിക്കുകയാണ്. ഘടകകക്ഷികളെ CPM ഇരുട്ടിൽ നിർത്തിയെന്നാണ് CPIയുടെ പരാതി. വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്യാനാകില്ല. പതിറ്റാണ്ടുകളായുള്ള വർഗീയ വിരുദ്ധ മുദ്രാവാക്യം ഒറ്റ ദിവസം കൊണ്ട് ഒഴിവാക്കാനാകില്ലെന്നും ഇത് LDFന്റെ വഴിയല്ലെന്നുമാണ് CPM ചൂണ്ടിക്കാണിക്കുന്നത്. ഏത് സമയത്തും രാജിവെക്കാൻ തയ്യാറെന്ന് CPI മന്ത്രിമാർ അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും ഇന്ന് സംസ്ഥാന നിർവാഹക സമിതി യോഗം ചേരും. എന്തുണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാമെന്നാണ് ബിനോയ് വിശ്വം അടക്കമുള്ളവർ പറയുന്നത്. മറുവശത്ത് ചർച്ച ചെയ്യാമെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നു. TP രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നു. എന്തായാലും എന്ത് സംഭവിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എല്ലാ കാലത്തും ഒരേ നയത്തിൽ നിൽക്കാനാകില്ല എന്ന ഉറച്ച നിലപാട് മന്ത്രി V ശിവൻകുട്ടി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. LDFിൽ എന്തും സംഭവിക്കാമെന്ന പ്രതീതി. PM ശ്രീ പോലുള്ള ഏറ്റവും പ്രധാന വിഷയത്തിൽ ആരും ചർച്ച ചെയ്തില്ലെന്ന മുറിപ്പാടാണ് CPIക്കുള്ളത്. മാധ്യമ വാർത്തകളിൽ നിന്ന് വിവരം അറിഞ്ഞതിന്റെ നാണക്കേടായിട്ടാണ് ഇത് അവർ കരുതുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും എന്തിന് LDFിൽ കടിച്ചു തൂങ്ങുന്നതെന്ന് UDF നേതാക്കൾ ചോദിക്കുന്നത്. CPMന് CPIയേക്കാൾ പ്രിയം BJPയോടെന്ന വിമർശനം CPIയുടെ ചങ്കിൽ കൊള്ളുന്നതാണ്. ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോഴും ഒപ്പിട്ടതിൽ നിന്ന് പിന്മാറാനാകില്ല എന്ന നിലപാടിൽ CPM ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ പിന്മാറണമെന്ന് CPIയും നിലപാട് മുന്നോട്ട് വയ്ക്കുന്നു. സമീപകാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ PM ശ്രീ LDFിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും PM ശ്രീ കേരളവും അംഗീകരിച്ചതിൽ ഇടതു മുന്നണിയിലെ പരസ്യ പൊട്ടിത്തെറിക്ക് പിന്നാലെ ഇടതു വിദ്യാർത്ഥി യുവജന സംഘടനകൾ തെരുവിലേക്ക് പ്രതിഷേധം കടുപ്പിക്കുകയാണ്. പിണറായി സർക്കാരിന്റെ നടപടിക്കെതിരെ പരസ്യ പ്രതിഷേധത്തിന് AIYFും AISFും തീരുമാനിച്ചിരിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് തലസ്ഥാനത്ത് CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ്. തിങ്കളാഴ്ച ജില്ലകളിൽ പ്രതിഷേധം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും AIYF AISF ഭാരവാഹികൾ വ്യക്തമാക്കി. അതിനിടെ കണ്ണൂരിൽ AIYF മന്ത്രി V ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചു. BJPയുടെ വർഗീയ അജണ്ടയ്ക്ക് CPM കൂട്ടുനിൽക്കുന്നുവെന്ന മുദ്രാവാക്യം മുഴക്കിയായിരുന്നു ഇവരുടെ പ്രതിഷേധം. ഈ തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ മന്ത്രിമാരെ CPI പിൻവലിക്കണമെന്ന് AIYF ജില്ലാ സെക്രട്ടറി KV സാഗർ ആവശ്യപ്പെടുകയുണ്ടായി. V ശിവൻകുട്ടി ഇടതുപക്ഷത്തെ വഞ്ചിച്ചു എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ ഉയരുന്നുണ്ട്. മുൻ നിലപാടിൽ നിന്ന് വ്യതിചലിച്ച് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായ ഇടതു സർക്കാരിനെതിരെ വിമർശനം ഘടിപ്പിച്ച് നേരത്തെ AISF സംസ്ഥാന സെക്രട്ടറി അതിൻ രംഗത്തെത്തിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച AISF സംസ്ഥാന സെക്രട്ടറി V ശിവൻകുട്ടി ഇടതുപക്ഷത്തെ വഞ്ചിച്ചുവെന്ന് തുറന്നടിച്ചു. നിലപാട് എന്നത് ഒരു വാക്കല്ല, അത് കാട്ടിക്കൊടുത്തത് കേരളത്തിൽ ഇടതുപക്ഷമാണ്. വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മുൻ അമരക്കാരൻ V ശിവൻകുട്ടി ആ ഇടതുപക്ഷത്തെ വഞ്ചിച്ചുവെന്നായിരുന്നു AISF സംസ്ഥാന സെക്രട്ടറി ഫേസ്ബുക്കിൽ കുറിച്ചത്. മന്ത്രി V ശിവൻകുട്ടി ABVP നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രവും അതിൻ FBയിൽ പങ്കുവയ്ക്കുകയുണ്ടായി. ആശങ്കയുണ്ടെന്ന് SFI സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടതിൽ ആശങ്കയുണ്ട് എന്നാണ് PS സഞ്ജീവും അഭിപ്രായപ്പെട്ടത്. വിഷയത്തിൽ സർക്കാരിനെ ആശങ്ക അറിയിക്കുമെന്ന് PS സഞ്ജീവ് പറഞ്ഞു.
SFI ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരാണ്. അതിനകത്ത് വർഗീയ നിലപാട് എതിർക്കപ്പെടേണ്ടതാണ്. വിദ്യാർത്ഥി സമൂഹത്തിന് ഇത് അപകടമാണ്. ഇക്കാര്യത്തിൽ SFIക്ക് ആശങ്കയുണ്ട്. ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചതാണ്. നയത്തിലെ മോശം കാര്യങ്ങൾ ഒഴിവാക്കി വേണം പദ്ധതി നടപ്പാക്കാൻ. ഇക്കാര്യം സർക്കാർ SFIയോട് ചർച്ച ചെയ്തിരുന്നു. അന്നേ നിലപാട് അറിയിച്ചിരുന്നുവെന്നും ആശങ്ക വീണ്ടും അറിയിക്കുമെന്നും PS സഞ്ജീവ് വ്യക്തമാക്കി. സംഘപരിവാറിനെതിരായ സമരം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. 5 കുട്ടികൾക്ക് അവകാശപ്പെട്ട ആയിരക്കണക്കിന് രൂപയുടെ കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ മറികടക്കാനുള്ള തന്ത്രപരമായ തീരുമാനമാണ് PM ശ്രീയിൽ ഒപ്പിട്ട നടപടിയെന്നാണ് മന്ത്രി V ശിവൻകുട്ടി നൽകുന്ന വിശദീകരണം. പൊതുവിദ്യാഭ്യാസത്തെ തകർക്കാനുള്ള ഒരു നീക്കവും സർക്കാർ അനുവദിക്കില്ല. അതുപോലെ കുട്ടികൾക്ക് അർഹമായ ഒരു രൂപ പോലും നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല. PM ശ്രീയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് അർഹമായ സമഗ്ര ശിക്ഷ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. 2023-2024 വർഷം 188 കോടി രൂപയാണ്. 2024-2025 വർഷത്തെ കുടിശ്ശിക 513 കോടി രൂപയാണ്. 2025-2026 ലഭിക്കേണ്ടിരുന്ന 456 കോടി രൂപയും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ആകെ 1158 കോടി രൂപയാണ് ഇതുവഴി നമുക്ക് നഷ്ടമായിരിക്കുന്നത്. PM ശ്രീ പദ്ധതി 2027 മാർച്ചിൽ അവസാനിക്കും. ഇപ്പോൾ ഒപ്പിടുന്നതിലൂടെ സമഗ്ര ശിക്ഷ കുടിശ്ശികയും 2 വർഷത്തെ PM ശ്രീ ഫണ്ടും ഉൾപ്പെടെ 1476 കോടി രൂപയാണ് സംസ്ഥാനത്തിന് കിട്ടാൻ പോകുന്നത്. കേന്ദ്രം സമഗ്ര ശിക്ഷ പദ്ധതിക്ക് നൽകാമെന്ന് ധാരണയായത് 971 കോടി രൂപയാണെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം PM ശ്രീയിൽ ഒപ്പിട്ടതോടെ കേരളം ദേശീയ വിദ്യാഭ്യാസ നയത്തെ പൂർണ്ണമായും അംഗീകരിക്കുകയാണെന്ന ചില വാദഗതികൾ സാങ്കേതികം മാത്രമാണ്. 2023 വരെ സമഗ്ര ശിക്ഷ പദ്ധതിയുടെ ഫണ്ട് വാങ്ങുമ്പോഴും സംസ്ഥാന താൽപര്യങ്ങൾക്കും വിദ്യാഭ്യാസ മൂല്യങ്ങൾക്കും അനുസരിച്ചാണ് പദ്ധതികൾ തയ്യാറാക്കിയത്. അതേ നയം മാത്രമേ തുടരൂ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് PM ഉഷ പദ്ധതി നടപ്പാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാമെന്ന വ്യവസ്ഥയോടെയാണ്. എന്നിട്ടും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നയം മാത്രമാണ് ഇവിടെ നടപ്പാക്കുന്നത്. പല കാര്യങ്ങളും നാം ദേശീയ വിദ്യാഭ്യാസ നയത്തേക്കാൾ ബഹുദൂരം മുന്നിലാണെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.